ശ്രീകോവിലിൽ കയറി പൂജ നടത്തുവാനുള്ള മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശത്തെ ലംഘിച്ചതിന് സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ക്രിസ്ത്യൻ ഓഫീസറെ സുപ്രീം കോടതിയും കൈവിട്ടു. 2021 ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി ചൊവ്വാഴ്ച, അതായത് നവംബർ 25 ശരിവെച്ചു. തൻ്റെ റെജിമെന്റിലെ ക്ഷേത്രത്തിലും ഗുരുദ്വാരയിലും അതിൻ്റെ ഉൾവശത്തുള്ള ശ്രീകോവിലിൽ കയറി മതപരമായ ആചാരങ്ങൾ നടത്തുവാൻ മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചപ്പോൾ വിസമ്മതിച്ചതിനാണ് ക്രിസ്തുമത വിശ്വാസിയായ ലഫ്റ്റനന്റ് കേണൽ സാമുവേൽ കമലേശനെ സൈന്യം പിരിച്ചുവിട്ടത്. ഈ പിരിച്ചുവിടലിനെതിരെ അദ്ദേഹം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു. അതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിലെത്തിയെങ്കിലും സുപ്രീം കോടതിയും ഇപ്പോൾ ആ കേസിൽ ഇടപെടുവാൻ വിസമ്മതിച്ചു. മാത്രവുമല്ല, സാമുവേൽ കമലേശനെ ദുഷ്ടനായ മനുഷ്യനെന്നും അയോഗ്യനെന്നും മുദ്ര കുത്തുവാനും സുപ്രീം കോടതി തയ്യാറായി. തൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഏറ്റവും രൂക്ഷമായ പരാമർശങ്ങളാണിത്. എന്താണ് സാമുവേൽ കമലേശൻ ചെയ്ത കുറ്റം? ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നത് എന്തൊക്കെയാണ്? മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുവാനുള്ള ശ്രമമാണ് ഈ വീഡിയോയിൽ ഞാൻ നടത്തുന്നത്. 2017 മാർച്ച് ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട സാമുവേൽ കമലേശൻ സിഖ്, ജാട്ട്, രജ്പുത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 3ാം കവൻട്രി റെജിമെന്റിൽ സേവനമനുഷ്ഠിച്ചു. പ്രധാനമായും സിഖ് സൈനികർ ഉൾപ്പെടുന്ന ഒരു സ്ക്വാഡ്രനെ അദ്ദേഹം നയിച്ചു. സാധാരണഗതിയിൽ ഇന്ത്യൻ ആർമിയിൽ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള സൈനികർക്കും അവരുടെ മതവിശ്വാസങ്ങൾ പിന്തുടരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രവുമല്ല, എല്ലാ മതങ്ങളുടെയും ആരാധനകൾ നടത്തത്തക്ക വിധം പൊതുവായ ഒരു സർവധർമ്മ സ്ഥലം മിലിറ്ററി ക്യാമ്പിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകാറുമുണ്ട്. എന്നാൽ സാമുവേൽ കമലേശൻ്റെ റെജിമെൻറ്റിൽ സിഖ് ഗുരുദ്വാര മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് നിർബന്ധിത റെജിമെൻ്റൽ പരേഡുകളിൽ റെജിമെൻറ്റിലെ ഗുരുദ്വാരയുടെ ശ്രീകോവിലിൽ പ്രവേശിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനുമുള്ള സീനിയർ ഓഫീസറുടെ നിർദ്ദേശം പാലിക്കുവാൻ വിസമ്മതിച്ചതിന് അദ്ദേഹത്തെ കരസേനാ മേധാവി മോശം പെരുമാറ്റം ആരോപിച്ച് അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കുകയും സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുകയുമായിരുന്നു. ഗുരുദ്വാരയിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും താൻ പതിവായി പങ്കെടുക്കുന്നുണ്ടെന്ന് കമലേശൻ അവകാശപ്പെട്ടു. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമായ ശ്രീകോവിലിൽ പ്രവേശിച്ച് പൂജകളിൽ പങ്കെടുക്കണമെന്നത് എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമാകയാൽ അത് ഒഴിവാക്കുവാൻ ശ്രമിച്ചു. ഇതാണ് സാമുവേൽ കമലേശൻ്റെ വിശദീകരണം. കരസേനാ മേധാവിയുടെ നടപടിക്കെതിരെ സാമുവേൽ കമലേശൻ ആദ്യം ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 2025 മെയ് മാസത്തിൽ കരസേനാ മേധാവിയുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചുകൊണ്ട് ഉത്തരവിറക്കി. തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഒരു മേലുദ്യോഗസ്ഥന്റെ നിയമപരമായ കൽപ്പനയ്ക്ക് മുകളിൽ മതവിശ്വാസത്തെ നിലനിർത്തുന്നത് വ്യക്തമായും അച്ചടക്കരാഹിത്യ പ്രവൃത്തിയാണെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. സുപ്രീം കോടതിയും അതിരൂക്ഷമായ ഭാഷയിൽ കമലേശന്റെ പ്രവൃത്തികളെ വിമർശിച്ചു. ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഏറ്റവും ക്രൂരമായ അച്ചടക്കമില്ലായ്മയാണ് ഇതെന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. ഹർജിക്കാരൻ്റെ അഭിഭാഷകനെ ഞങ്ങൾ വളരെയധികം വിശദമായി കേട്ടു. ഹൈക്കോടതി ഉത്തരവിൻ്റെ വിധിന്യായത്തിൽ ഇടപെടുവാൻ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ SLP തള്ളിയിരിക്കുന്നു. ഇതായിരുന്നു സുപ്രീം കോടതി ബെഞ്ചിൻ്റെ കൂട്ടിച്ചേർക്കൽ. ഒപ്പം കോടതി ഇങ്ങനെ കൂടെ നിരീക്ഷിച്ചു, 100 കണക്കിന് കാര്യങ്ങളിൽ അദ്ദേഹം മികച്ച ഉദ്യോഗസ്ഥനായിരിക്കാം, പക്ഷേ അച്ചടക്കത്തിനും മതേതര സമീപനത്തിനും പേരുകേട്ട ഇന്ത്യൻ സൈന്യത്തിന് അദ്ദേഹം തീർച്ചയായും അനുയോജ്യനല്ല. അച്ചടക്കമുള്ള ഒരു സേനയിൽ ഇദ്ദേഹത്തെ പോലൊരാൾ ഉണ്ടായിരിക്കുവാൻ അർഹനാണ്. എന്നാൽ ഓഫീസർ അച്ചടക്കമില്ലാത്ത ആളാണെന്ന ധാരണ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച അഭിഭാഷകൻ ശങ്കരനാരായണൻ സാമുവേൽ കമലേശന്റെ ഭാഗത്തു നിന്ന് ഒരേ ഒരു നിയമലംഘനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും കമാൻഡന്റിന് മാത്രമേ അതിൽ പ്രശ്നമുണ്ടായിരുന്നുള്ളൂവെന്നും മറ്റ് സൈനികർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും പറയുവാൻ ശ്രമിച്ചു. മാത്രവുമല്ല, കമലേശന് സർവധർമ്മ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നിട്ടുള്ള ചടങ്ങുകളിൽ അദ്ദേഹം സ്ഥിരമായും പങ്കെടുക്കാറുമുണ്ടായിരുന്നു. എന്നാൽ ശ്രീകോവിലിൽ പ്രവേശിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥൻ വിസമ്മതം അറിയിച്ചത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള
ഏകദൈവ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായതിനാലാണ് അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിച്ചത്. ശ്രീകോവിലിൽ പ്രവേശിച്ച് പൂജ കഴിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ ലംഘനമാണ്. ഒരാൾ സൈന്യത്തിൽ ചേരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തണമെന്ന് സൈന്യം ആവശ്യപ്പെടുന്നില്ല, അദ്ദേഹം വാദിച്ചു. എന്നാൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഇതിനെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും മോശമായ അച്ചടക്കമില്ലായ്മ എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു. ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ ഒരു പാസ്റ്ററാണ് കമലേശന് കൗൺസിലിംഗ് നൽകിയതെന്നും ജസ്റ്റിസ് ബാഗ്ചി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ പാസ്റ്ററുമായുള്ള സംഭാഷണം ക്ഷേത്രത്തിലോ ഗുരുദ്വാരയിലോ പ്രവേശിക്കുന്നതിനെ കുറിച്ചല്ലായിരുന്നു, സർവധർമ്മ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു എന്ന് അഡ്വക്കേറ്റ് പറയുവാൻ ശ്രമിച്ചു. പക്ഷേ സുപ്രീം കോടതി അത് കണക്കിലെടുത്തില്ല. സൈന്യത്തെ നയിക്കുന്നവർ മാതൃകാപരമായി നയിക്കണമെന്ന് ജസ്റ്റിസ് കാന്ത് ചൂണ്ടിക്കാട്ടി. നിങ്ങൾ ഗ്രൂപ്പ് നേതാവാണ്, നിങ്ങളുടെ ടീമിൽ സിഖ് സൈനികരുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു സിഖ് ഗുരുദ്വാരയുണ്ട്. ഒരു ഗുരുദ്വാര ഏറ്റവും മതേതര സ്ഥലങ്ങളിലൊന്നാണ്. ഇദ്ദേഹം പ്രവർത്തിച്ച സ്വരവും ഭാവവും രീതിയും സ്വന്തം സൈനികരെ അഭിമാനിക്കുന്ന വിധത്തിലല്ലേ? ഇതായിരുന്നു കോടതിയുടെ ചോദ്യം. മാത്രവുമല്ല, ഒരു പാസ്റ്ററുടെ ഉപദേശം പോലും അദ്ദേഹം പാലിക്കാത്തതിൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നുവെന്നും ജസ്റ്റിസ് കാന്ത് വ്യക്തമാക്കി. എന്നാൽ ആ നിരീക്ഷണത്തോടെ കമലേശൻ്റെ അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ഇപ്രകാരമാണ് മറുപടി നൽകിയത്. ആ ഓഫീസർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, അവിടെ നടന്ന എല്ലാ ഉത്സവങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ചടങ്ങുകൾ നടത്താൻ അദ്ദേഹത്തെ നിർബന്ധിക്കുവാൻ പാടില്ലാത്ത കാര്യമാണ്. ശ്രീകോവിലിനുള്ളിൽ കയറി ചടങ്ങുകൾ നടത്തണമെന്ന കമാൻഡർ ആവർത്തിച്ച് നിർബന്ധിക്കുകയായിരുന്നു. അത് എൻ്റെ കക്ഷിയുടെ പ്രൊട്ടസ്റ്റൻ്റ് ഏകദൈവ വിശ്വാസപ്രകാരം തികച്ചും തെറ്റായ കാര്യമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തെ അനുവദിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതായിരുന്നു അഡ്വക്കേറ്റിൻ്റെ വാദം. സൈന്യത്തിലുണ്ടായിരുന്ന മറ്റ് ക്രിസ്തുമത വിശ്വാസികളായ ഓഫീസർമാർ ദയവായി താങ്കൾ അത് ചെയ്യൂ, ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞതായി കമലേശൻ തൻ്റെ മറുപടിയിൽ സമ്മതിച്ചതായി ജസ്റ്റിസ് ബാഗ്ചി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിങ്ങളുടെ മതപരമായ അവകാശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനം ഞാനൊരു ഗുരുദ്വാരയിൽ പൂക്കളോ പൂജാവസ്തുക്കളോ അർപ്പിക്കാൻ പോകുന്നില്ല എന്നതാണ്. അത് നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ധാരണയും ഒരു വികാരവും മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങളുടെ പാസ്റ്ററോ നിങ്ങളുടെ വിശ്വാസത്തിലുള്ള മറ്റംഗങ്ങളോ പറഞ്ഞിട്ട് പോലും അത് ചെയ്യാതിരുന്നത് തികച്ചും തെറ്റാണ്, ജഡ്ജ് പറഞ്ഞു. മന്ദിറിലും ഗുരുദ്വാരയിലും ചടങ്ങുകൾ നടത്താൻ എന്നെ നിർബന്ധിക്കരുതെന്ന് മാത്രമാണ് എൻ്റെ കക്ഷി ആവശ്യപ്പെട്ടതെന്ന് ശങ്കരനാരായണൻ ആവർത്തിച്ചു. അപ്പോൾ ജസ്റ്റിസ് ബാഗ്ചി മറ്റൊരു മറുചോദ്യം ചോദിച്ചു. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ക്ഷേത്രത്തിലോ മറ്റൊരു വിശ്വാസത്തിൻ്റെ സ്ഥാപനത്തിലോ പ്രവേശിക്കുന്നതിന് എവിടെയാണ് വിലക്കുള്ളത്? അതിന് അഭിഭാഷകൻ നൽകിയ മറുപടി ഇതായിരുന്നു: ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്നുള്ള ആദ്യ കൽപ്പനയാണ് അതിനുള്ള മറുപടി എന്നായിരുന്നു. ജസ്റ്റിസ് ബാഗ്ചി അതിനോട് അനുബന്ധമായി ഇങ്ങനെ സൂചിപ്പിച്ചു: ആദ്യ കൽപ്പന നിങ്ങൾക്ക് ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു ദൈവത്തിൽ മാത്രം വിശ്വാസമുള്ളവർ ഹിന്ദുമതത്തിൽ പോലുമുണ്ട്. ഇവിടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ കടുത്ത അച്ചടക്കമില്ലായ്മയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ധിക്കാരിയായ ഒരു വ്യക്തി സൈന്യത്തിലായിരിക്കുവാൻ അർഹതയുള്ളയാളാണോ? അദ്ദേഹം ഒരു മികച്ച ഉദ്യോഗസ്ഥനായിരിക്കാം, പക്ഷേ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന് അനുയോജ്യമല്ല, കോടതി കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനന്റ് കേണലായിരുന്ന സാമുവേൽ കമലേശൻ തൻ്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുവാനുള്ള നിയമ പോരാട്ടത്തിന് ഇവിടെ അന്ത്യമായി. ഈ സമയത്ത് ബൈബിളിലെ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കട്ടെ. ബൈബിളിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ 60 മുഴം ഉയരമുള്ള ഒരു സ്വർണ്ണ ബിംബം ദൂരാസമഭൂമിയിൽ സ്ഥാപിച്ച് രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ സ്വർണ്ണ വിഗ്രഹത്തെ വീണ് നമസ്കരിക്കണം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. മാത്രവുമല്ല, അങ്ങനെ നമസ്കരിക്കാത്തവരെ തീച്ചൂളയിൽ എറിഞ്ഞു കളയുമെന്നും കൽപ്പന നൽകി. അന്ന് ബാബേൽ സാമ്രാജ്യത്തിലെ പ്രധാന ഉദ്യോഗസ്ഥന്മാരായിരുന്ന 3 യഹൂദ വംശജർ രാജകൽപ്പന ലംഘിച്ച് വിഗ്രഹത്തെ വണങ്ങുവാൻ തയ്യാറായില്ല. അവരെ പിടിച്ച് കയറുകൊണ്ട് ബന്ധിച്ച് തീയിലിട്ട് കൊന്നുകളയുവാൻ രാജാവ് കൽപ്പിച്ചു. ആ സമയത്ത് ആ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു വാചകമുണ്ട്: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുകയില്ല. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങളാണിത്. ഒടുവിൽ കോപാകുലനായ നെബൂഖദ്നേസർ അവരെ തീയിലേക്ക് എറിയാൻ കൽപ്പിച്ചു. അങ്ങനെ തീയിലേക്ക് അവർ എറിയപ്പെട്ടെങ്കിലും അവർക്കൊരു പോറൽ പോലും ഏറ്റില്ല. 3 പേരായി എറിയപ്പെട്ടെങ്കിലും
അവരോടുകൂടെ ദൈവദൂതൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് ആ സംഭവത്തിൻ്റെ ചരിത്ര വിവരണത്തിൽ ബൈബിൾ പറയുന്നത്. ഇവിടെ സാം കമലേശൻ എന്ന് പറയുന്ന ഒരു സൈനിക ഓഫീസർ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ഇന്ത്യൻ നീതിന്യായ കോടതിയുടെ തീരുമാനത്തിന് വിധേയനായി സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവകാശമുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.